നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഓഫീസിൽ പോയപ്പോ ഇറങ്ങിന്ന് പറഞ്ഞു. എന്ത് വേണം? അല്ല, തിരക്കിന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ഓട്ടത്തിലായിരുന്നു, അതാ വരാൻ വൈകി. അല്ലാതെ പേടിച്ചിട്ടല്ല. ഞാനെന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തോണ്ട് പോയത്? അതെനിക്ക് കിട്ടാനുള്ള കാശുണ്ടാ? നിനക്ക് കിട്ടാനുള്ള കാശോ? അതെങ്ങനെ നിന്റെ കാശാവുന്നേ? അത് ചന്ദ്രയുടെ സ്ഥലം വിറ്റ കാശല്ലേ? ഞാനും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം എന്നാണ് നിങ്ങൾക്കറിയാമോ? അവൾ എനിക്ക് എത്ര രൂപ തരണമെന്നറിയാമോ? അപ്പോ നിന്റെ കയ്യിൽ നിന്നും അവള് കടം വാങ്ങിയിട്ടുണ്ടോ? 1-2 രൂപയല്ല, 15 ലക്ഷം. ആ കാശിക്ക് തന്നേക്ക്. പിന്നൊരിക്കലും ഞാൻ ചന്ദ്രയെ ശല്യം ചെയ്യാൻ വരില്ല. ഇപ്പോഴും ഞാൻ ശല്യം ചെയ്യുന്നില്ല. കാശിന് തന്നെ വേണ്ടേ? എനിക്കും ഇല്ല അത്യാവശ്യങ്ങൾ. വിളിക്കുമ്പോൾ ഓരോരോ നുണകൾ പറയും. അവസാനം പറഞ്ഞത് വീട് വെക്കുമ്പോൾ തരാന്ന്. എന്നിട്ട് ഞാൻ അറിയാണ്ട് വീട് വെക്കുകയും ചെയ്തു. എൻ്റെ ഭാഗ്യത്തിന് ഞാനത് അറിഞ്ഞു. അങ്ങനെയാ ഞാൻ ആ രജിസ്റ്റർ ഓഫീസ് വന്നത്. അന്ന് ആ കാശ് കിട്ടിയോണ്ട് അത്രയെങ്കിലും ആയി. അപ്പോഴും പലിശ പോലും ആയിട്ടില്ലെന്ന് ഓർക്കണം. പിന്നീടല്ലേ മുതല്. ചന്ദ്ര എന്നെങ്കിലും അത് തന്നു തീർക്കും. അതുവരെ അവളെ ഉപദ്രവിക്കരുത്. ഏയ്, ഞാൻ ആ ടൈപ്പല്ല. എനിക്കും നിയമമൊക്കെ അറിയാം. സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ കൊണ്ടൊരു ഉപദ്രവവും ചന്ദ്രയ്ക്കുണ്ടാവില്ല. ശരിക്കും നിനക്ക് എന്താ ജോലി? ഇതൊക്കെ തന്നെയാ. ഫിനാൻസോ? ആ, എനിക്കില്ലാത്ത നമ്പർ 2 ഇടപാടൊന്നുമില്ല. പലിശയ്ക്ക് കാശ് കടം കൊടുക്കും. സ്ഥലക്കച്ചവടമുണ്ട്. പിന്നെ സ്വർണത്തിന്റെ കച്ചവടമുണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്നാ വരട്ടെ, വേറൊന്നും ചോദിക്കാനല്ലോ. ഉണ്ട്. നീ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് എനിക്കറിയാം. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് കണ്ടുപിടിച്ചോളാം. വിട്ടുകളാ, എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്. വെറുതെ എന്തിനാ എൻ്റെ പുറകെ വരുന്നത്? നമ്മൾ തമ്മിലൊരു യുദ്ധം. തൽക്കാലം അത് വേണ്ട. അത് ഗുണം ചെയ്യില്ല. എനിക്കല്ല, നിങ്ങൾക്ക്.